ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഫാമിലിയെ കുറിച്ചിട്ടുള്ളതാണ്. ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നിൽക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ കേട്ടോ. ഇത് തൃശ്ശൂരിലെ ചാവക്കാട് എന്ന് പറയുന്ന പ്ലേസിലാണുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഫാമാണ് കേട്ടോ ഇവിടെയുള്ളത്. നമുക്ക് ആനിമൽസിനെ കണ്ടും തൊട്ടും അവർക്ക് ഫീഡ് കൊടുത്തും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ആസ്വദിക്കാൻ പറ്റും. ഇവിടെ 200 റുപ്പീസാണ് എൻട്രി ഫീ വരുന്നത്. അതിനുള്ളിൽ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. ഫീഡ് കൊടുക്കാനുള്ള ഫുഡും അവർ നമുക്ക് തരുന്നത്. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടുകൊണ്ടിരുന്ന മൃഗശാലകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണല്ലോ ഇന്നത്തെ മൃഗശാലകൾ. അവർക്ക് നമുക്ക് ഫീഡ് കൊടുക്കാനും അവരുടെ ആവാസ വ്യവസ്ഥയെ തന്നെ നിർത്തിക്കൊണ്ട് കാണാനും ഒക്കെ നമുക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അങ്ങനെ ക്യാമലിന് കൊടുക്കാനായിട്ട് കയ്യിൽ കിട്ടിയത് പ്ലാവിലയാണ് കേട്ടോ. പ്ലാവില തിന്നുമോ എന്ന് എനിക്കറിയില്ല. സാധാരണ ക്യാമൽസ് ഒക്കെ കഴിക്കുമോ എന്ന് അറിയില്ല. പക്ഷെ എന്തെങ്കിലും ഞങ്ങൾ കൊടുത്തപ്പോൾ ക്യാമൽ അത് കഴിച്ചിട്ടുണ്ടായി. ഇച്ചുന് ഭയങ്കര സന്തോഷമായി. അവൾക്ക് ഇങ്ങനെ ആനിമൽസിനൊക്കെ ഫീഡ് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആ ക്ലീൻലിനെസ് മനസ്സിലാകും കേട്ടോ. എല്ലാ ആനിമൽസിന്റെ കൂടും അവർ നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. മാത്രമല്ല ഇതിനുള്ളിൽ ഒരുപാട് ഗ്രീനറീസ് ആണ്, ഒരുപാട് പ്ലാന്റ്സും ട്രീസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു കൂളിംഗ് എഫക്റ്റും കൂടി കിട്ടും. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹോഴ്സിനെയാണ് കേട്ടോ. കാരണം നല്ല വൃത്തി നല്ല ഭംഗിയുള്ള ഹോഴ്സാണ് ഇവർ രണ്ടുപേരും. ഒരു ബ്രൗൺ ഹോഴ്സും ഒരു വൈറ്റ് ഹോഴ്സും ആണ്. അങ്ങനെ രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത്. രണ്ടുപേരും നല്ല ഫ്രണ്ട്ലി ആണ്, കാണാനും നല്ല ഭംഗിയാണ്. നമ്മൾ തൊടാനൊക്കെ അവർ സമ്മതിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോ സ്പോട്ട് ഏരിയാസ് ഒക്കെ ഉണ്ട്. ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഏരിയ ഉണ്ടോ, അതിന് ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്നെടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകൾ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരം വൈബാണ്. അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് നടന്ന് കാണാം. ഇങ്ങനെ നമ്മൾ പ്രാവുകളെയും അരയന്നത്തെയൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഫ്രണ്ടിലായിട്ട് കോഴിക്കാർപ്പിനെ ഫീഡ് ചെയ്യുന്ന ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവർ ഫീഡൊക്കെ തരും. അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫിഷസ് എല്ലാം കൂടി നമ്മുടെ കയ്യിലേക്ക് കയറി വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉള്ളത് കുറേ ആടുകളുടെ സെക്ഷനാണ്. പല വെറൈറ്റി ഓഫ് ആടുകൾ. അമ്മച്ചിതേ അതിന് ചോളാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഗോഡ്സും ഏത് നാട്ടിൽ നിന്നാണെന്നും അത് എന്തിനു യൂസ് ചെയ്യുന്നത് അവരുടെ നെയിമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിൽ അവർ ഫൈറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തരം ആടാണ്. അപ്പോൾ ഓരോ ആനിമൽസിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അവിടെ നിൽക്കുന്ന അവിടുത്തെ ആൾക്കാർ നമുക്ക് ഫീഡൊക്കെ കൈ തരും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത് നമ്മൾ യമു ആണ് കേട്ടോ. അതിനെയാണ് ഫീഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അവരുടെ ആ ലുക്കും നടത്തൊക്കെ കാണുമ്പോൾ കയ്യിൽ കൊത്തുമെന്നൊന്ന് പേടിച്ചാൽ നിൽക്കണേ. പക്ഷേ എങ്കിലും അവർ അങ്ങനെ ഒന്നും കൊത്തുന്നില്ല കേട്ടോ. അവർ ആ ഫീഡ് മാത്രമേ കഴിക്കത്തുള്ളൂ. നമ്മൾ അവരുടെ രൂപം കണ്ട് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെയിലൊക്കെ കൊള്ളേണ്ടി വരും. പക്ഷെ എന്നാലും നമ്മൾ ഉച്ച കഴിഞ്ഞൊക്കെ പോകുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ടൈം. പിന്നെ ദേ ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പഴയ കാലത്തെ കാളവണ്ടീനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ളൊരു മോഡലിലൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും.
ഇതൊരു പിഗാണ്. ആള് നല്ല ഉറക്കത്തിലാണ്, വിളിച്ചിട്ടൊന്നും എഴുന്നേറ്റില്ല. നമ്മൾ ആ കണ്ടതൊക്കെ പോണീസാണ്, നമ്മുടെ ഹോഴ്സിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ഉയരം കുറഞ്ഞ കുതിരകൾ. പിന്നെ അതുപോലെ തന്നെ ഇവരും അതുപോലെയാണ്, ഉയരം കുറഞ്ഞ ഡക്കുകളാണ്. ഇവരുടെ ഒറിജിൻ ഓഫ് കൺട്രി നെതർലാൻഡ് ആണ്. ഇവരെ കോൾ ഡക്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ബാക്കിൽ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ആണ്. ഇതെല്ലാം ഈ നമ്മുടെ 200 റുപ്പീസിനുള്ളിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിന് പ്രത്യേക ഫീസൊന്നും. അപ്പം ഇനി ആനിമൽസിനൊന്നും കാണാൻ താല്പര്യമില്ലാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കുറേ നേരം ഇട്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കൂടുതൽ സ്കൂൾ കുട്ടികളാണെന്ന് തോന്നുന്നു ഇവിടം വിസിറ്റ് ചെയ്യാറുള്ളത്. ഞങ്ങൾ ചെന്നപ്പോൾ ഏതൊരു സ്കൂളിൽ നിന്ന് കുട്ടികളെയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും അവർക്കൊക്കെ പറ്റിയൊരു അഫോർഡബിൾ പ്ലേസ് ആണിത്. ഇത് ഇവിടുത്തെ വാഷ്റൂമാണ്. വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇത് പലതരം റാബിറ്റ്സ് ആണ്. റാബിറ്റ്സിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇവരെ നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ തരും കേട്ടോ. ഇവർ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു കേജിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് കൈ കൊണ്ട് പിടിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ്. ഈ കേജിനുള്ളിൽ പലതരം ക്യാറ്റ്സ് ആണ്. ഇവിടെയുള്ള ആനിമൽസിനെയൊക്കെ നമുക്ക് അവർ കയ്യിൽ തരും. എല്ലാവരും തരുമെന്നില്ല, കുറച്ച് പേരെ സ്പെസിഫിക് ആയിട്ട് അവർ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അവരെ നമുക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ കയ്യിലേക്ക് എടുത്തു തരും. ഈ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സുന്ദരക്കുട്ടൻ ക്യാറ്റില്ല, ഇവൻ ബംഗ്ലാദേശ് ക്യാറ്റാണേ. ഈ കിടന്ന് ഉറങ്ങുന്നതൊക്കെ കങ്കരൂസ് ആണ്. ഇവര് ബേബി കങ്കരൂസ് ആണ്, വലുതല്ല. ഓസ്ട്രേലിയ എന്നുള്ളതാണ് അവരൊക്കെ. പിന്നെ നമുക്ക് നേരെ നടന്നു കഴിഞ്ഞാൽ ഇഴജന്തുക്കളുടെ ഒരു ലോകമാണ് കേട്ടോ. നമുക്ക് പാമ്പിനെയൊക്കെ തോളത്തിട്ടാൻ തരും. എനിക്ക് പാമ്പിനെയൊക്കെ എടുക്കാൻ പേടിയായിട്ട് ഞാൻ ചെറിയൊരു സാധനത്തിനെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ പുറത്തേക്ക് നീണ്ടിരിക്കുന്നത് പല്ലാണെന്നാണ് ഞാൻ ആദ്യം കരുതുന്നത്. പിന്നെയാണ് മനസ്സിലായാലും കഴിച്ചോണ്ടിരുന്ന എന്തോ ഒരു സാധനമാണ്. ഒരു സ്മോൾ മങ്കിയാണ്. പിന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ലോങ് ടൈൽഡ് ആയിട്ടുള്ള ഒരു കുരുവി ഉണ്ട്. നെക്സ്റ്റ് ഈ സൈഡിലായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഇഴജന്തുക്കളൊക്കെയാണ് വരുന്നത്. ഇവിടെ ഈ കൂട്ടിലൊരു ഉടുമ്പ് കിടപ്പുണ്ട്. ആള് നല്ല ഉറക്കത്തിലാണ്. കൊട്ടിയൊക്കെ നോക്കി, പക്ഷെ എഴുന്നേറ്റില്ല. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് സൗത്ത് അമേരിക്കയിലും ബ്രസീലിലും ഒക്കെ കാണുന്ന ഒരു ടൈപ്പ് സ്പൈഡറിനെയാണ് കേട്ടോ അവരിട്ടേക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉള്ളൊരു സ്പൈഡറാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സൈഡിൽ തന്നെ പാമ്പുകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഒരാൾ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുകയാണ്. ഹെഡ് ആ സൈഡിലാണ്, അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇത് മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്ക് ആണ്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് തന്നെ ഒരു കുഞ്ഞൻ
ഹെഡ്ജ് ഹോഗ് ആണെന്ന് തോന്നുന്നു, യൂറോപ്പിലൊക്കെ കണ്ടുവരുന്നൊരു സാധനമാണ്, ഒരു ആനിമലാണ് കേട്ടോ. അപ്പോൾ അതിൽ 4 പേര് അവിടെ കിടന്ന് ഉറക്കമാണ്. ഈ ഒരാൾ മാത്രമേ ആക്റ്റീവായിട്ടുള്ളൂ. ഞാൻ ഫോട്ടോ എടുക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, നോക്കുന്നില്ല. കൂട്ടിൽ നിന്ന് പുറത്ത് ചാടാൻ ശ്രമിക്കുന്ന ഇവനാണ് നമ്മുടെ താരം. ഇവനെ കഴുത്തിലും കയ്യിലും ഒക്കെ വെച്ച് തരും കേട്ടോ. നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരാൾ നിൽപ്പുണ്ട്, അവർ നമുക്ക് എടുത്തു തരും. അപ്പം നിച്ചു ഒക്കെ ഇങ്ങനെ കണ്ടുവരുന്നേ ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണം ഫ്രണ്ട് നടന്നു പോകുന്നതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ പതുക്കെ കണ്ടു വരുന്നേ ഉള്ളൂ. വേറൊരു വൈറ്റ് കളറുള്ള സ്നേക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വല്ല കല്ലിലൊക്കെ കൊത്തി വെച്ചേക്കുന്ന ശില്പമാണ്. പക്ഷേ അല്ല കേട്ടോ, അത് ശരിക്കും ജീവനുള്ളത് തന്നെയാണ്. ലിൻഡ് ദേ എടുത്തിട്ടിട്ടുണ്ട് മേത്തേക്ക്. എനിക്കെടുക്കാൻ ഇഷ്ടം ഈ ഒരു കുഞ്ഞൻ സാധനത്തിനായിരുന്നു കേട്ടോ. ഇവൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയട്ടോ. അവരെന്തോ പേര് പറഞ്ഞായിരുന്നു. പിന്നെ ഹാംസ്റ്റർ എലീനൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ഐറ്റം. പക്ഷെ ആള് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. നമ്മൾക്ക് അത്ര വലിയ ഉപദ്രവമൊന്നും ഇല്ല, പേടിയൊന്നും തോന്നില്ല. പിന്നെ ലിൻഡോന്റെ കയ്യിലിരിക്കുന്നത് ഇവനെ കണ്ടോ, ഇതൊരു ബിഗ് കെമലിയോൺ ആണ്. അവന്റെ ചെറുതും ഉണ്ട് കേട്ടോ. ഇവിടെ കുറെ പേരൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് കളറിലുള്ളവരും ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നു, എന്നെ വളരെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. വേറൊരാൾ എന്നെ നോക്കി പേടിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കിളികളുടെ ലോകത്തേക്ക് പോവാം. ഇനി നിറച്ച് കിളികളാണ് അങ്ങോട്ടേക്കുള്ളത്. നിറച്ച് ബാംബൂ ട്രീസ് ഒക്കെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് നല്ല തണലൊക്കെ കിട്ടും. ഈ കൂട്ടിക്കിടക്കുന്ന തത്തമ്മയുണ്ടല്ലോ, അത് സംസാരിക്കുന്നതാണ്. നമ്മൾ ഹലോ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നന്നായിട്ട് ഹലോ എന്നൊക്കെ പറയുവേ. ഇവരാണ് ലോറി കിഡ്സ്. മിക്ക വീടുകളിൽ ഇപ്പോൾ ഇതുങ്ങളെ വളർത്താറുണ്ട്. ഇങ്ങനെ പല കളറിലായിട്ട് നീല, ചുവപ്പ്, മഞ്ഞ, പച്ച, ഇങ്ങനെ ഒരു റെയിൻബോ കളർ ഷെയ്ഡിലാണ് കേട്ടോ ഇവരുടെ അപ്പിയറൻസ് വരുന്നത്. നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ. ഇവരുടെ ഈ കിളിനാദമൊക്കെ കേൾക്കാനും നല്ല രസമാണ് കേട്ടോ. ഈ ഒരു കൂട്ടുകളിൽ നിറച്ചും കോഴികളാണ്. വെറൈറ്റി കോഴികളാണ്, പല ടൈപ്സ് ഉണ്ട്. അവരുടെ നെയിംസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള കോഴികൾ. ഇവർ പലതിനും നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ കാണാത്ത കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ കുരങ്ങ് വിഭാഗത്തിൽപ്പെട്ട മങ്കീസാണ് മാർമോസെറ്റ് മങ്കീസ്. അപ്പോൾ ഇവർക്കൊരു അണ്ണാൻ്റെ അത്ര വലിപ്പമൊക്കെ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ്. ഇത് നമ്മുടെ അടുത്തൊക്കെ വരും. പക്ഷെ അവിടെ ഇവനെ തൊടരുത്, തൊട്ടാൽ കടിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആൾ വല്ല ക്യൂട്ടാണ് കാണാൻ. കാര്യമായിട്ട് എന്തോ സെർച്ച് ചെയ്യാണേ. പിന്നെ നമുക്കിങ്ങനെ കുറേ കിളികളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും പേരൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് പിന്നെ മെക്കാവോ ഉണ്ട് ഇവിടെ, പഞ്ചവർണ്ണ തത്ത. അതിനൊക്കെ നമുക്ക് കൈ വെക്കാൻ തരുമായിരുന്നു. പക്ഷേ ഇത് ഇവർ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. പഴയതിനെന്തോ അസുഖം വന്ന് ചത്തുപോയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നതുകൊണ്ട് അവരതിനെ പരിശീലിപ്പിച്ചിട്ടില്ല. പരിശീലിപ്പിക്കാണ്ട് നമ്മളതിനെ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദേഹത്തൊക്കെ കൊത്തും. അതുകൊണ്ട് അവരത് തന്നില്ല കേട്ടോ. പക്ഷെ അതിന് പകരം വേറെ ലവ് ബേർഡ്സിനെ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ അത് കാണിക്കാം. ഈ കൂട്ടിനുള്ളിലാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നിർത്തും. വലിയൊരു കൂടാണ്.
എന്നിട്ട് നമുക്ക് അവർ കുറച്ച് ഫീഡ്സും തരും. ചോളാന്ന് തോന്നുന്നു കേട്ടോ തരുന്നത്. ഇത് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടി പറന്ന് നമ്മുടെ അടുത്തേക്ക് വരും. ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷെ അവരിങ്ങനെ കൊത്തി തിന്നുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇക്കിലേക്ക് ആവും. എന്നാൽ അതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്കൊന്നും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് കിളികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ കുഞ്ഞു കുട്ടികളെ ഒന്നും അവർ കയറ്റില്ല. ഞാനും ലിൻഡോസും മാത്രമേ കയറിയുള്ളൂ കേട്ടോ. ഇവർക്കൊക്കെ കയറാൻ നല്ല പേടിയായതുകൊണ്ട് ആരും കയറിയില്ല. പിന്നെ പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പക്ഷിയാണല്ലോ ഒട്ടകപ്പക്ഷി. ആളെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആള് നല്ല കാര്യമായിട്ട് എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ കൂട്ടിക്കിടക്കുന്ന ഈ ആനിമലിനെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ മരപ്പട്ടീനെയാണ് ഓർമ്മ വന്നത്. മരപ്പട്ടി എന്ന് പറയുമ്പം റാക്കൂൺസിനെ പോലെയൊക്കെ ഇരിക്കും. കണ്ണിലിങ്ങനെ കൊള്ളക്കാരെ പോലെ ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ചിട്ട് ആ ഒരു അപ്പിയറൻസ് ആയിരിക്കും കേട്ടോ അവർക്ക്. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ കൂടിൻ്റെ മേളിൽ എഴുതി വെച്ചിരിക്കുന്നത് വേറെ എന്തോ ഒരു നെയിമാണ്. കീരിയുടെ ഒക്കെ വർഗത്തിൽപ്പെട്ട ഏതോ ഒരു ആനിമലാണെന്നാണ് കേട്ടോ എഴുതിയേക്കുന്നത്. നല്ല സുന്ദരനായൊരു കുഞ്ഞൻ പൂവൻകോഴിയാണ് കേട്ടോ അത്. ഇതിന് കുറേ പക്ഷിമൃഗാദികളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്ത് വരരുത്, പക്ഷേ ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ്. നല്ല ഭംഗിയുള്ളൊരു പക്ഷിയാണെന്ന് തോന്നുന്നു. നല്ല കളർഫുൾ ആണ് കേട്ടോ അതിനെ കാണാനായിട്ട്. പിന്നെ ഞാൻ അവസാനമായിട്ട് കണ്ടത് ദൈവനെയാണ് കേട്ടോ, ഇഗ്വാന. ആള് ചില്ലറക്കാരനൊന്നുമല്ല. നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കൂട്ടിന്റെ പുറത്തുനിന്ന് ചാടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നമ്മളുമായിട്ടുള്ള നല്ലൊരു ഐ കോണ്ടാക്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കിക്കാണാനും നല്ല രസമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഫാമില്ല. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലേ. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വന്ന് നോക്കണേ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മറൈൻ വേൾഡ് ഉണ്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് മറൈൻ വേൾഡിലേക്കാണ് പോയത്. രാവിലെ വന്നുകൊണ്ട് തന്നെ ഉച്ചയായപ്പോഴത്തേക്ക് ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ലഞ്ച് കഴിച്ചതിന് ശേഷം നല്ല വെയിലായിരിക്കുമല്ലോ, അപ്പം പിന്നെ മറൈൻ വേൾഡിലേക്ക് പോകാമെന്ന് കരുതി. അതാകുമ്പോൾ നമുക്ക് ഇൻസൈഡിൽ കൂടെ ഉള്ള കാഴ്ചകളല്ലേ, പുറത്ത് നടന്ന് വെയിൽ കൊള്ളണ്ടല്ലോ. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.